ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി നാളെ വാഴിക്കും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ അച്ചാനെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങിന് ആഗമാന സുറിയാനി സഭയുടെ തലവൻ ഇഗ്നാത്യോസ് സപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് നേതൃത്വം നൽകുന്നത്. വാഴിക്കൽ ചടങ്ങിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ ബെയ്റൂത്തിൽ നിന്നും ടീം 24 സജ്ജമാണ്. പ്രാർത്ഥനകളാൽ മുഖരിതമാണ് ബെയ്റൂത്തിലെ അച്ചാനെ മലനിരകൾ. നാളെ നടക്കുന്ന കാതോലിക്ക വാഴിക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരുക്കത്തിലാണ് ബെയ്റൂത്തും അച്ചാനെ നഗരവും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി വിശ്വാസി സമൂഹം ബെയ്റൂത്തിലേക്ക് എത്തിത്തുടങ്ങി. നാളെ ഇന്ത്യൻ സമയം രാത്രി 8:30 ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ചടങ്ങുകൾക്ക് ആഗമാന സുറിയാനി സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് സപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാതോലിക്ക വാഴ്ചയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അഭിമന്യ തിരുമേനിമാർ ഇവിടെ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അനുഗ്രഹകരമായി തീരുന്നതിന് പ്രാർത്ഥനാപൂർവം ലെബനനിലെ ബെയ്റൂട്ടിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ ഒരുങ്ങുകയാണ്. മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ച് മെത്രാപ്പോലിത്ത എത്തിച്ചേർന്നിട്ടുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ കർദിനാൾ ക്ലീമീസ് ബാവയും ഇന്ന് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരും മെത്രാപ്പൊലിത്തമാരും ശുശ്രൂഷയിൽ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും കാതോലിക്ക വാഴിക്കലിന് സാക്ഷിയാകുന്നുണ്ട്. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സർക്കാർ പ്രതിനിധി സംഘം ഇന്നെത്തും. നാളെ നടക്കുന്ന ചടങ്ങിൽ 700ഓളം പേർ പങ്കെടുക്കും. പുതിയ കാതോലിക്കയെ വരവേൽക്കുവാൻ യാക്കോബായ സുറിയാനി സഭ ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം വിശ്വാസികളും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇങ്ങ് ദേവദാരുക്കളുടെ നാടായ ലെബനോനിലേക്ക് വിശ്വാസ സമൂഹം ഒഴുകിയെത്തിയത്. ലെബനനിൽ നിന്നും ഗിഫ് പീറ്റർ, 24.